നമുക്ക് വാട്സോൺ ലോണ്ടറിയിൽ എങ്ങനെ ഒരു പിക്കപ്പ് ഓർഡർ എടുക്കാമെന്ന് കാണിക്കാം കേട്ടോ. ഇത് ഇത്തവണ പിക്കപ്പ് ആണ്. വാക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വേറെ വീഡിയോയിൽ. ഇത് പിക്കപ്പ് മാത്രമാണ്. നമുക്ക് ഓർഡർ വരുന്നത് എങ്ങനെയായിരിക്കും അല്ലേ? വാട്സപ്പിൽ അവർ പറയും നമ്മളെ ലോണ്ടറി എടുക്കാൻ വേണ്ടി വരണമെന്ന് പറയും. അല്ലെങ്കിൽ ലോണ്ടറി നിങ്ങൾ എടുക്കാൻ എപ്പോഴും വരെ ചോദിക്കും. അല്ലെങ്കിൽ അവർ ഫോൺ വിളിച്ച് പറയും ലോണ്ടറി എടുക്കാൻ. അന്നേരം നമ്മൾ ഈ കസ്റ്റമറെ നോക്കിയിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ ഇവരുടെ ലോണ്ടറി എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമർ പേര് ചൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്പറും ചൂസ് ചെയ്യാം. നമ്മൾ സിസ്റ്റത്തിൽ വരിക. എന്നിട്ട് ഇവിടെ കണ്ടോ, നമ്മളിത് പിക്കപ്പാണ്, പിക്കപ്പും ഡെലിവറിയാണ്. അപ്പോൾ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വരുന്നേ ഇല്ല. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ചിഹ്നം കണ്ടില്ലേ? ഈ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഷെഡ്യൂള് പിക്കപ്പ് വരും. ഈ ഷെഡ്യൂള് പിക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യാണ്. അപ്പോൾ ഞാൻ കസ്റ്റമറെ ചൂസ് ചെയ്തു. ഓക്കെ, കസ്റ്റമറെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നമ്മൾ കസ്റ്റമർ ഡിറ്റക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന സമയം കൊടുക്കുകയാണ്. 9-ാം തീയതി എപ്പോഴാണ് സമയം കൊടുക്കുന്നത്? ഞാൻ രാവിലെ 9 മണി കൊടുത്തു. നമുക്കറിയാം നമ്മൾ ഇപ്പം ഈ ഡെലിവറി സമയം കൊടുക്കുന്നില്ലേ, ഇത് പിക്കപ്പ് സമയം ഉണ്ടത്. ഈ ഡെലിവറി സമയം ഓട്ടോമാറ്റിക്കലി ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. നമുക്ക് എപ്പോഴാണ് കൊടുക്കുന്നത് ഏകദേശം കേട്ടോ, നമുക്ക് പിന്നെ മാറ്റാം. ഇപ്പം നമ്മൾ ചുമ്മാ നമ്മുടെ ഏകദേശ സമയം നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ, ആ സമയം ഞാൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ് അടിച്ചു. ഈ നെക്സ്റ്റിൽ ആരാണോ പിക്കപ്പ് എടുക്കാൻ പോകുന്നത് അയാൾ അവിടെ ചൂസ് ചെയ്യണം. ഇപ്പോൾ സത്താർക്കാണെങ്കിൽ സത്താർക്ക ചൂസ് ചെയ്യണം. ഇത് പിന്നെ മാറ്റട്ടോ. ഇതിപ്പോൾ നമ്മൾ ആദ്യം പിക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സേവ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായി വെച്ചാൽ ഒരു പിക്കപ്പ് ക്രിയേറ്റ് ആയി. പിക്കപ്പ് ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൽ ആയിട്ടൊന്നും ആയിട്ടില്ല. ഇവിടെ പിക്കപ്പിൽ ഒരു പിക്കപ്പ് വന്ന് കിടക്കുന്നുണ്ടോ. ഇപ്പോൾ കണ്ടോ, ഇതാണ് സാധനം. ഈ കസ്റ്റമർക്ക് ഒരു പിക്കപ്പ് ഉണ്ട്. അത് ആർക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്? സത്താർക്കൊക്കെ അസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സത്താർക്ക് അസൈൻ ചെയ്ത പിക്കപ്പ് ഉണ്ട്. ഇത് സത്താർക്കൻ്റെ മൊബൈൽ ഫോണിൽ ഇതിങ്ങനെ വന്ന് നിൽക്കും. ഈ സംഭവം ഇത് മാത്രം സത്താർക്ക് കാണുള്ളൂ. സത്താർക്ക് അസൈൻ ചെയ്ത് സത്താർക്കൻ്റെ ഫോണിൽ ഇതിങ്ങനെ കാണും. സത്താർക്ക് ഈ അഡ്രസ്സിൽ പോവും, ഓരോ വീട്ടിൽ പോവും, അവിടെ സാധനം കളക്ട് ചെയ്യും. സാധനം കളക്ട് ചെയ്താൽ സത്താർക്ക് അവിടെ കളക്റ്റഡ് എന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, അതോടുകൂടി നമ്മളെ സാധനം ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്താർക്ക് ജസ്റ്റ് എടുത്ത് പോരുള്ളൂ. അപ്പോൾ സത്താർക്കിൻ്റെ മൊബൈൽ സത്താർക്ക് കളക്ട് എന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് നമുക്ക് പ്രോസസ്സിലേക്ക് നീങ്ങും. ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇതേ ഐറ്റം, ഈ ഓർഡർ ഐ ഡി ഇല്ലേ, ഈ ഓർഡർ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കും. എന്നിട്ട് നമ്മൾ സത്താർക്ക് കൊണ്ടുവന്ന സാധനങ്ങളില്ലേ അതിനിവിടെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഐറ്റംസ് കൊണ്ടുവന്നത് അതിൽ അടിച്ച് കയറ്റും. ഓക്കെ, അടിച്ച് കയറ്റിയിട്ട് നമ്മൾ ഇവിടെ ഈ അടിയുണ്ടല്ലേ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഡേറ്റുകൾ ചൂസ് ചെയ്യും. അത് നേരത്തെ ഓൾറെഡി ഇട്ടുണ്ടാവും, എന്നാലും നമുക്ക് എന്തെങ്കിലും ഡേറ്റുകൾ മാറ്റം വരുത്താണെങ്കിൽ ഇവിടെ മാറ്റം വരുത്താം. ഓക്കെ, അതാണ് ഇത് സംഭവം. പിന്നീട് നമുക്ക് ഇവിടെ ഇല്ലേ, ചിലപ്പോൾ അയാൾ ഓൺലി പിക്കപ്പാണ്, ഓൺലി ഡെലിവറി, അത് മാറ്റണം ഇവിടെ മാറ്റാം, പിന്നീട് മാറ്റാൻ സൗകര്യമുണ്ട്. ഓക്കെ, ചിലപ്പോൾ കസ്റ്റമർ പറയും പിക്കപ്പ് മാത്രമേ ഡെലിവറി അവർ വാക്കിംഗ് എടുത്തു പോകുന്നത്, അതങ്ങനെ ഇവിടെ മാറ്റാം. സാധാരണ നമ്മൾ പിക്കപ്പ് ആൻഡ് ഡെലിവറി നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ രണ്ടെണ്ണം സാധാരണ ചൂസ് ചെയ്യുള്ളൂ, ഒന്നുകിൽ വാക്കിൻ അല്ലെങ്കിൽ പിക്കപ്പ് ആൻഡ് ഡെലിവറി. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പിക്കപ്പ് ആൻഡ് ഡെലിവറി മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാണ്ട് ഇവിടെ ഒരു ഉദാഹരണത്തിന് എന്താ പറയുക, ബ്ലൂ ഷർട്ട് ഓൺലി അയൺ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അത് മൊത്തത്തിലൊരു നോട്ടാണത്. ഓക്കെ, പിന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഷർട്ടില്ലേ, ഈ ഷർട്ടിൽ നമ്മൾ ഇഷ്യൂ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അപ്പോൾ ഉണ്ട് ഇവിടെ ഇല്ലേ, നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ കാണും. അപ്പോൾ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഷർട്ടാണെങ്കിൽ ആ ഷർട്ടിൽ അതിലൊരു ബബിൾ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ബ്ലീച്ച് ഉണ്ട്, അതിൽ ഫുഡിൻ്റെ സാധനം കാണുന്നുണ്ട്. നമുക്കിവിടെ വേറെ ഇതിനെ എഴുതാം. അപ്പം എന്താ പറയുക, ഷർട്ട് ബട്ടൺ ബ്രോക്കൺ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി പറയാണ്. ഓക്കെ, നമ്മൾ എഴുതിച്ചു, അത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഡാമേജ് കഴിഞ്ഞല്ലോ, നമ്മൾ ഇനി ഇവിടെ നേരെ വന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റാണ് ചെയ്യുന്നത്. അയാൾ ക്യാഷ് തന്നു പറയാം, തന്നില്ലെങ്കിൽ പേ ലേറ്റർ കൊടുത്താൽ മതി. ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അറിയോ? ഇപ്പം നമ്മുടെ ഓർഡർ ഓർമ്മ ഉണ്ടോ, ഇവിടെ പിക്കപ്പ് സത്താർക്ക് പോയല്ലോ, ഇത് ഒരു ഇൻവോയ്സ് ആയിപ്പോൾ. ഈ ഇൻവോയ്സ് ആകുന്നതുകൊണ്ട് കസ്റ്റമർക്ക് വാട്സപ്പ് മെസ്സേജ് പോകും. ഓക്കെ, ഇത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഡെമ്മായിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കാണിക്കാൻ ഉണ്ടാക്കിയാണ്, ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇത് ക്ലിക്ക് ചെയ്താൽ കസ്റ്റമർക്ക് മെസ്സേജ് പോകും. അതുകൊണ്ട് കസ്റ്റമർ ഇൻവോയ്സ് നമ്പർ കിട്ടും, എമൗണ്ട് കിട്ടും, ഓർഡറൊക്കെ കിട്ടും. സെറ്റായല്ലോ, അത് സെറ്റായി. ഇനി നമ്മളിവിടെ വന്നിട്ട് ഈ പിക്കപ്പ് ഇല്ലേ, ഇപ്പോൾ പിക്കപ്പിൽ ഇപ്പോൾ ഓൾറെഡി അത് എടുത്തു പോയി. ഓക്കെ, ഇവിടെ സത്താർക്ക് കളക്ട് ക്ലിക്ക് ചെയ്യണ്ടേ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നില്ല, കറക്റ്റ് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാൻ മാത്രമാണ്. ഇനി ഇത് പ്രോസസ്സൊക്കെ ചെയ്തിട്ട് തിരിച്ച് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് ഡെലിവറിക്ക് ആകുമ്പോൾ വീണ്ടും ഇത് ഡെലിവറിയിൽ വരുവാണ്. അതാണ് ഒരു പിക്കപ്പിൻ്റെ ഓർഡർ.